ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ടൈം തന്നെ എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് ഗൈസ്. കാരണം നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബ് ആയിരിക്കണം ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ച എല്ലാവർക്കും ബിഗ് താങ്ക്സ്. അപ്പോൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയും പോസ്റ്റൊക്കെ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഗൈസ്, എന്തൊക്കെ വന്നു നമുക്ക് നോക്കാം. പുതിയ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആദ്യം പറയാനുള്ള നമ്മുടെ യൂറോപ്യൻ നാഷണൽ ടീംസ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെയൊക്കെ അവന്മാർ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ കൊള്ളാം. നമുക്ക് ഗുണമുള്ള സാധനങ്ങളൊക്കെയാണ്. ഇതുപോലെയൊക്കെ കൊണ്ടുവന്നാൽ മതി. വലിയതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഒരു പാക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം നമുക്ക് എന്തായാലും പറയാം. ആദ്യം ഒബ്ജക്റ്റീവിലേക്ക് നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റീവിനകത്ത് നമ്മുടെ ഞാൻ പറഞ്ഞ യൂറോപ്യൻ നാഷണൽ ടീംസിൻ്റെ ആ ഇവൻറ്റിൻ്റെ ഒരു ക്യാമ്പയിൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്കൊരു 100 കോയിൻ കിട്ടുന്നതായിരിക്കും ഗൈസ്. പിന്നെ കുറേ ബൂസ്റ്ററും അതുപോലെ തന്നെ നോമിനേഷൻ കാർഡ്സൊക്കെയാണ്. പിന്നെ നമ്മുടെ പാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ പാക്കിനകത്ത് നമ്മുടെ പുതിയൊരു പാക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഷോർട്ട് ടൈം പാക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ റൈസ് ഉണ്ട്, അതുപോലെ തന്നെ റാഫേലിയോ, പിന്നെ നമ്മുടെ ബേൺ. ഇവർ 3 പേരാണ് ഈ പാക്കിനകത്ത് വന്നേക്കുന്നത്. ഷോർട്ട് ടൈമാണ് ഗൈസ്. പിന്നെ കുറേ ജപ്പാൻ ലീഗിൻ്റെ ഒക്കെ പാക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്ക് ആണ്. പ്ലെയർ ഓഫ് ദി വീക്കിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാർക്കോളയുടെ ഒരു കാർഡ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പോളിഫിക് വിങ്ങറാണ്. കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അത് കൂടാതെ നമ്മുടെ ജോ ഫെലിക്സിൻ്റെ ഒരു കാർഡ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ലൊക്കട്ടേലയുടെ ഒരു കാർഡൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്ലെയർ ഓഫ് ദി എന്ന് പറയാനുള്ളത്. കുഴപ്പമില്ലാത്ത പ്ലെയർ ഓഫ് ദി ആണെന്ന് തോന്നുന്നു. പിന്നെ മെയിനായിട്ടും പറയാനുള്ളത് ഗൈസ്, പിന്നെ നമ്മുടെ പുതിയ ക്യാമ്പയിനാണ് ഗൈസ്. അതിനകത്ത് നമ്മുടെ GK ഡയറക്റ്റിംഗ് ഡിഫൻസ് എന്ന് പറഞ്ഞൊരു സ്കില്ലോട് കൂടിയാണ് ഗൈസ്. പുതിയൊരു സ്കില്ല് അവർ ആഡ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഒരു ഷോർട്ട് ടൈം ഗോൾ കീപ്പറിനെ നമുക്ക് എപ്പിക്ക് എടുത്ത പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു ഗോൾ കീപ്പറിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഗോൾ കീപ്പറിനെ എടുക്കാൻ പറ്റും. അത് അടുത്ത വീക്കം കണ്ടാണ് ഈസ് എടുക്കാൻ പറ്റും. പിന്നെ മെയിനായിട്ടും പറയുന്നത് നമ്മുടെ നാഷണൽ ടീമിൻ്റെ ഒരു പാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് കണ്ട് 5 പ്ലേയേഴ്സിനെ നമുക്ക് എടുക്കാൻ പറ്റും ഗൈസ്. ഇതിനകത്ത് നമ്മുടെ റൊണാൾഡോ ഉണ്ട്, ക്രിസ്ത്യാനോ റൊണാൾഡോനെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് വേറെ റൊണാൾഡോ ഉണ്ട് ഗൈസ്. ലാപ്പിനകത്ത് നിന്ന് കിട്ടിയ റൊണാൾഡോ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ റൊണാൾഡോനെ എടുക്കാൻ ചാൻസ് ഇല്ല. റൊണാൾഡോയുടെ എപ്പിക്കാർഡൊക്കെയാണ് ഈ ഇനി വരേണ്ടത്. അപ്പോൾ അതാണ് ഈ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ച് പാക്കിനകത്ത് വേറെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അവർ ഗൈസ്. പിന്നെ നമ്മുടെ മാച്ചാണ്. മാച്ചിൽ നോക്കുവാണെങ്കിൽ ഈ യൂറോപ്യൻ നാഷണൽ ടീം എന്ന് പറഞ്ഞാൽ ഈ ഇവൻറ്റിനകത്ത് 50 ക്ലബ് കോയിൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഓഫ്ലൈൻ മാച്ചാണ്. അപ്പോൾ അതെന്തായാലും നല്ല കാര്യമാണ്. കോയിൻ ഇല്ലാത്തവർക്കൊക്കെ അതെന്തായാലും ഗുണമാവും ഗൈസ്. പിന്നെ നമ്മുടെ ഇതിനകത്ത് നിന്ന് ബൂസ്റ്റർ കിട്ടും ഗൈസ്. ഇറ്റാലിയൻ ക്ലബ്ബ് എന്ന് പറഞ്ഞ ഇവൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലെയർ ഓഫ് ദിക്കിൻ്റെ ഫ്രീ സ്പിൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത്രയാണ് നമ്മുടെ മാച്ചിനകത്ത് പറയാനുള്ളത്. പിന്നെ നമ്മുടെ PvP മാച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഓക്കെ, ഇത് കളിച്ച് കഴിഞ്ഞാൽ ഒരു ബൂസ്റ്റർ കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഇറ്റാലിയൻ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഈ ഇവൻറ്റ് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 50 ക്ലബ് കോയിൻ ഇതിനകത്തുനിന്നും കിട്ടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അത്യാവശ്യം 100 കോയിൻ ഇപ്പോൾ തന്നെ ആയി. പിന്നെ നമ്മുടെ ഒബ്ജക്റ്റിനകത്ത് ഒരു 100 കോയിൻ ഉണ്ട്. അതങ്ങാണ്ട് ഒബ്ജക്റ്റീവ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആ 100 കോയിൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ മാച്ചിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും കളിച്ച് ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ എന്തായാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം. പ്ലെയർ ഓഫ് ദി വീക്കിനകത്ത് എനിക്ക് ടാർഗറ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ നോക്കാം എന്തായാലും കിട്ടുമല്ലോ നോക്കാം എന്തായാലും. അപ്പോൾ ഗൈസ്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ആരെയാണ് പ്ലെയർ ഓഫ് ദി വീക്കിന് കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും പ്ലെയർ ഓഫ് ദി വീക്ക് ഇറക്കാം. ഓക്കെ, പ്ലെയർ ഓഫ് ദി വീക്ക് എന്തായാലും ഇറക്കാം ഗൈസ്. അപ്പോൾ പ്ലെയർ ഓഫ് ദി വീക്കിൽ എനിക്ക് എന്തായാലും 2-3 ടാർഗറ്റ് ഉണ്ട് ഗൈസ്. എനിക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുള്ളത് ബാർക്കോളേനെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ഗൈസ്. കാരണം ബാർക്കോളയുടെ ഒരു കാർഡ് പോലും എൻ്റെ ഇല്ല. പിന്നെ അടുത്ത് നമ്മുടെ ജോ ഫെലിക്സ് ആണ്. ജോ ഫെലിക്സിൻ്റെ ഒരു കാർഡ് പോലും എൻ്റെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ജോ ഫെലിക്സിന് കിട്ടിയാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മുടെ സിറ്റിയുടെ പ്ലെയർ ഗുങ്ഡോവാൻ ചെങ്ങായിനെ കിട്ടിയാലും കൊള്ളാം. AMF ആണ്. അപ്പോൾ എന്തായാലും ഇവർ 3 പേരാണ് ഗൈസ്. എൻ്റെ ടാർഗറ്റ് കിട്ടുമല്ലോ നോക്കാം എന്തായാലും. ടാർഗറ്റിൽ ഒരാളെങ്കിലും കിട്ടിയാൽ മതി. ഓക്കെ, നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും സ്പിൻ എടുക്കുകയാണ് ഗൈസ്. ഹെർ വി ഗോ. അപ്പോൾ ഞാൻ എന്തായാലും സ്പിൻ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ആരാണ് നോക്കാം. ഓക്കെ, ആരാ നോക്കാം. ഓക്കെ, കമ്പിത്തിരിയൊക്കെ പൊട്ടുന്നുണ്ട് ഗൈസ്. പക്ഷേ ഉള്ളിൽ കളറില്ല. ആരാണ്? കൊനാമി പ്ലീസ് ടാർഗറ്റ്. ഇല്ല ഗൈസ്, ഇത് ഏതവനാണിത്?
40 നമ്പർ. ഗൈസ് ഇവൻ്റെ മുഖം പോലും അത്യാവശ്യം ക്ലിയർ അല്ല. LMF ആണ് തോമസ്. എടാ എനിക്ക് വേണ്ട, എന്തിനാണ് കൊനാമി. ഗൈസ് ഇവന് അവസാനം കിടക്കുന്ന പ്ലെയർ എന്തോ ആണ്. ഇമാർ വീണ്ടും എനിക്ക് പ്ലെയർ ഓഫ് ദി ഇയർ തേപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതെ, ഏറ്റവും അവസാനം കിടക്കുന്ന പ്ലെയറിനാണ് എനിക്ക് അവന്മാർ തന്നത്. എന്തായാലും താങ്ക് യു കൊനാമി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പ്ലെയറൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ബൈ ഗൈസ്, ബൈ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഗൈസ്.